നമ്മൾ യൂദായുടെ ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 4-ാം വാക്യത്തിന്റെ പകുതി ഭാഗം വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയുണ്ടായി. ഈ യൂദാ വാസ്തവത്തിൽ എഴുതാനിരുന്ന കാര്യമല്ല താൻ എഴുതിയത്. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് വേണ്ടിയാണ് എഴുതിയത്. എഴുതാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ കണ്ടിരുന്നു. രക്ഷയെക്കുറിച്ചാണ് എഴുതാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതിനേക്കാൾ ആവശ്യം വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതാണ് എന്ന് തനിക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ ബോധ്യം വന്നുകൊണ്ട് താൻ അതിനുവേണ്ടി എഴുതി നമ്മൾ കണ്ടു. വിശ്വാസം എന്ന് പറയുന്നത് കുറെ തത്വസംഹിതകൾ നമുക്കറിയാമോ എന്നുള്ളതല്ല. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്രയമാണ്. നമ്മൾ കഴിഞ്ഞ ചിന്തിക്കുകയുണ്ടായി. അത് മറ്റൊന്നിലുമല്ല, മറ്റ് ആരിലുമല്ല. ആ വിശ്വാസം നമ്മൾ വെക്കേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവിൽ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടായി. യേശു ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ വിശ്വാസം വെക്കേണ്ടത്, ക്രിസ്തുവിലായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെയും കാക്കുവാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചു മരിക്കുന്നു എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്, ആ ക്രിസ്തുവിലാണ് തൻ്റെ വിശ്വാസം വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും യേശു ക്രിസ്തുവിൽ വെച്ചുകൊള്ളേണ്ടത് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിവർത്തിനേൽപ്പിച്ചു എന്ന വാക്യം നമ്മൾ ചിന്തിക്കുന്നുണ്ടായി. ഈ 4-ാമത്തെ വാക്യത്തിന്റെ തന്നെ അതിന്റെ 2-ാം ഭാഗം നമ്മൾ മുതൽ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. അവിടെ 4-ാം വാക്യത്തിന്റെ 1-ാമത്തെ വാക്യം വഴി ഞാൻ വായിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ ക്രിസ്തീയ കൂട്ടായ്മയിലേക്ക്, യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ ഇടയിലേക്ക് നുഴഞ്ഞു വന്ന ഒരു കൂട്ടരെ കുറിച്ച് യൂദാ പരാമർശിക്കുന്നു. അതിന് അവർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത് അവരല്ലാത്തവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നിങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവരും നിങ്ങളും എന്നുള്ള ഡിവിഷൻ നമ്മൾ അവിടെ ഈ ലേഖനത്തിൽ കാണുന്നുണ്ട്. അവർ എന്ന് പറയുന്നത് ഈ നുഴഞ്ഞു വന്നവരെ കുറിച്ചാണ് അവർ എന്ന് താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്നത് ഈ നുഴഞ്ഞു വന്ന ആ ഗ്യാതറിങ്ങിൽ, ആ കൂട്ടായ്മയിൽ ഇങ്ങനെ നുഴഞ്ഞു വരാതെ അല്ലെങ്കിൽ അവരിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെയാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ നുഴഞ്ഞു വന്നവരുടെ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നമുക്ക് ഒരു സത്യം ഗ്രഹിക്കാൻ കഴിയുന്ന ഈ ബൈബിൾ എന്ന് പറയുന്നത്, അല്ല ദൈവത്തിന്റെ ഈ ആധികാരികമായ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിള് വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ ബൈബിളിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമുക്കറിയാം. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയത് മോശയാണെന്നും അറിയാം. മോശ അത് എഴുതിയത് ഏകദേശം BC 1400 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പാണ്. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നത് ഏകദേശം AD 95 കൂടിയാണ്. അപ്പൊ ഈ ഏകദേശം ഒരു 10,600 വർഷങ്ങളുടെ ചരിത്രമാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ള ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന കാലദൈർഘ്യം എന്ന് പറയുന്നത്. അഥവാ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് അതില് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള സംഭവങ്ങൾ ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർ ജീവിച്ചിരുന്നത് ഏകദേശം 10,600 വർഷങ്ങൾക്കുള്ളിലാണ്. എന്നാൽ ഈ ദൈവത്തിന്റെ വചനം ശരിക്കും നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 1600 വർഷത്തിന്റെ സംഭവങ്ങളൊന്നുമല്ല ഈ ദൈവവചനം ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരെ മറിച്ച് മുൻ നിത്യത മുതൽ വരുന്ന നിത്യത വരെയുള്ള എല്ലാ കാര്യങ്ങളെയും പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, പ്രത്യേകിച്ച് മനുഷ്യവർഗത്തെ. അപ്പം ഈ ചരിത്രം എഴുതിയിരിക്കുന്നത്, ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണെങ്കിലും ഇതിൻ്റെ ഹലോ
അപ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങളുടെ ഉള്ളിലാണ് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിലും ഇത് എഴുതിയിരിക്കുന്ന മാറ്റർ സബ്ജക്റ്റ്, എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിത്യത മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചതിപ്പം അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. പണ്ട് എന്ന് പറയുമ്പോൾ എത്ര മുൻപാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നില്ല, പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മളുടെ ഈ പ്രപഞ്ചത്തിലെ സംഭവിക്കുന്ന കാര്യങ്ങളോ മനുഷ്യ ജീവിതത്തിൽ ഏത് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോ ഈ ലോക ചരിത്രങ്ങളോ ഒന്നും ആ സംഭവത്തിന് ശേഷമാണ് മനുഷ്യൻ അറിയുന്നതെങ്കിലും ഈ സംഭവങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ദൈവം മുൻ നിത്യതയിൽ തന്നെ ദൈവത്തിന് അറിയാം. ദൈവം ഉള്ള കാലത്ത് തന്നെ, ദൈവം ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഇല്ല. ഇപ്പൊ ദൈവം മുൻ നിത്യതയിൽ തന്നെ എന്താണ് മേലാൽ സംഭവിക്കാനുള്ളതെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം അതിന്റെ 46-ാമത്തെ വാക്യത്തിൽ 46-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വാക്യം കാണുന്നുണ്ട്. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും അരുളി ചെയ്യുന്നു. ഇപ്പോൾ ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ദൈവത്തിനറിയാം. നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് അറിയാവുന്ന അറിഞ്ഞുകൂടാ. അത് സംഭവിച്ചതിന് ശേഷം മാത്രമേ നമുക്കറിയത്തുള്ളൂ ഇതിനെ സംഭവിച്ചല്ലോ എന്നുള്ളത്. ദൈവത്തെ സംബന്ധിച്ച് അങ്ങനല്ല. ദൈവത്തെ സംബന്ധിച്ച് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് യാദൃശ്ചികമാണെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോ ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോ ഒന്നും യാദൃശ്ചികങ്ങളല്ല. നേരെ മറിച്ച് ദൈവം നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോ 139-ാം സങ്കീർത്തനത്തില് ഒരു വാക്യം നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ. 139-ാം സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്യമാണ്. അത് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുപോലും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അപ്പോ എനിക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യങ്ങളും എനിക്ക് വേണ്ടി നിയമിക്കപ്പെട്ട നാളുകളുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ ആയുസ് എത്ര ദിവസമാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ഈ ആയുസിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുപോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മളില്ല, ഈ മണ്ണില്ല, ഈ ഭൂമിയില്ല, ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുപോലും ഇല്ലാതിരുന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ പുസ്തകത്തിൽ അതെല്ലാം എഴുതിയിരുന്നു. അതെല്ലാം അവിടെ ഉണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് പ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ, ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ, മനുഷ്യ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. അത് എഴുതപ്പെട്ടു എന്ന് പറയുമ്പം ദൈവം അങ്ങനെ എഴുതി എന്നല്ല, ദൈവത്തിന്റെ മുൻ അറിവ് അവിടെ പ്രകാശിപ്പിക്കപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ദൈവം പാർഷ്യാലിറ്റിക്കാരനാണ് എന്ന് വരും. ഒരിക്കലും അങ്ങനല്ല. ദൈവത്തിന് അറിയാം. ഇപ്പോ ഉദാഹരണത്തിന്, ഇപ്പോ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കും എന്നുള്ള കാര്യം യേശു ക്രിസ്തുവിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആ അറിവ് നമുക്ക് ലഭിച്ചത് യൂദ ഒറ്റിക്കൊടുത്തതിന് ശേഷമാണ്. അതിന് മുൻപ് നമുക്ക് അറിഞ്ഞുകൂടാ ഈ യൂദ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കും എന്നുള്ളത്. ഈ ഒരു പക്ഷെങ്കില് ശിഷ്യന്മാർക്ക് പോലും അറിയത്തില്ലായിരുന്നു. കാരണം അതുകൊണ്ട് അവര് ലാസ്റ്റ് സപ്പർ അവസാന താഴെ വരുന്ന അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ അത് ഞാനോ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരാണ് ഇത് ചെയ്യുന്നതെന്ന് ഈ ശിഷ്യന്മാർക്ക് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ യേശുവിനെ അറിയാമായിരുന്നു ആരാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ലോകത്തിൽ, അഥവാ നമ്മളുടെ ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ദൈവത്തിന് വളരെ കൃത്യമായിട്ട് മുൻ നിത്യയിൽ തന്നെ അറിയാം. അതിന്റെ എത്രയോ തെളിവുകൾ ദൈവത്തിനുമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോ ഏശാവ്, യാക്കോബ്, അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കുട്ടികൾ ജനിക്കും മുൻപേ ഗുണമാകട്ടെ ദോഷമാകട്ടെ
പ്രവർത്തിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് അവരുടെ മേലുണ്ടായിരുന്നു. അപ്പോ ദൈവത്തിന്റെ ഒരു എന്താണ് സംഭവിക്കുന്നത് എന്ന് ദൈവത്തിന് അറിയാം. ഇപ്പോ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ പണ്ട് തന്നെ എഴുതിയിരിക്കുന്ന ഈ ശിക്ഷാവിധി ദൈവം മനഃപൂർവ്വം അവർ ഇവർക്ക് ശിക്ഷാവിധി ദൈവം എഴുതി വെച്ചു എന്നല്ല, നേരെ മറിച്ച് ഇവരെന്തായിത്തീരും, ഈ നുഴഞ്ഞു വന്നവരെന്തായിത്തീരും എന്ന് ഉള്ളത് ദൈവത്തിന് അറിയാം. എന്ന് മാത്രമല്ല, അങ്ങനെ ഉള്ളവരുടെ ശിക്ഷാവിധി എന്താണെന്നും ദൈവം മുന്നമേ തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം ഇപ്പോ ആദാം പാപം ചെയ്തിരുന്നില്ല എങ്കിൽ പോലും നരകം ഉണ്ടായിരുന്നു. അത് ഈ ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ ശാശ്വതമാണ് എന്ന് ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ എഴുതിയിരിക്കുന്നു. അവിടെ ശലോമോൻ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഒരു കാര്യം ചെയ്തതിന് ശേഷമാണ് അടുത്ത കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് പരാജയപ്പെടുമ്പോഴാണ് പിന്നെ വേറൊരു കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ദൈവം അങ്ങനല്ല. ദൈവം മുൻ നിത്യതയിൽ തന്നെ സകലതും ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊരു പിന്നെ വേൾഡ് കപ്പിന്റെ ഒരു മത്സരം നടക്കാമെന്ന് വിചാരിക്കുക. അപ്പൊ വേൾഡ് കപ്പിന്റെ മത്സരം നടക്കുന്ന ഒരു ഗ്രൂപ്പ് ജയിക്കുന്നുണ്ട്, അവർക്ക് ഈ വേൾഡ് കപ്പ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ വേൾഡ് കപ്പ് കരുതി വെച്ചിരിക്കുന്നത് ജയിച്ചതിന് ശേഷമല്ല ആ കപ്പ് റെഡിയാക്കി വെക്കുന്നത്. നേരെ മറിച്ച് ഈ കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ കപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. കാരണം ആരെങ്കിലും ഒരു കൂട്ടര് ഈ കപ്പിന് അർഹരാകും എന്നത് സത്യമായതുകൊണ്ട് ആ കപ്പ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഈ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവം മുന്നമേ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നല്ല, എന്തായിത്തീരും എന്ന് ദൈവത്തിന് അറിയാം, നിശ്ചയമായിട്ടും അറിയാം. ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവരുടെ ഈ ശിക്ഷാവിധി. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവർക്ക്, യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്ന അഭക്തരായവർക്ക് ഒരു ശിക്ഷാവിധി ഉണ്ട്. ഈ ശിക്ഷാവിധി പണ്ട് തന്നെ ഉള്ളതാണ്. പണ്ട് അവർക്ക് ശിക്ഷാവിധി കിട്ടിയെന്നല്ല, ഇത് പണ്ട് തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് എന്താണ് ശിക്ഷാവിധി കൊടുക്കുക, അല്ലെ എന്താണ് കിട്ടുക എന്നുള്ള പണ്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ ജീവന്റെ പുസ്തകം എന്നാണ് മറ്റൊരു പുസ്തകം തുറന്നു എന്നൊക്കെയുള്ള ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഒരു പുസ്തകങ്ങൾ തുറന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്ക് തക്ക വിധി ഉണ്ടായി. അപ്പൊ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലാണ് വിധി ഉണ്ടാകുന്നത്. അപ്പൊ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുസ്തകം ഒരാൾ നരകത്തിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഒരാൾ പോകരുതെന്നോ ഒന്നും ദൈവം എഴുതിയെന്നല്ല, അവരുടെ ഈ എഴുതിയിരിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അത് എഴുതിയത് കൊണ്ട് സംഭവിക്കുന്നതല്ല, അത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് ഈ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവം അത് കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നതുപോലെ സംഭവിക്കും എന്നുള്ളത്. അതിനനുസൃതമായ വിധി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇവർ ചെയ്യുന്ന കാര്യം യേശുക്രിസ്തുവിനെ നിഷേധിക്കുകയാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ട്. ദൈവത്തിന് നാം നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ന്യായം വിധിക്കുന്ന നാളിൽ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്കോ ഞങ്ങളോടൊപ്പം ആശ്വാസം തരുന്ന ദൈവസന്നിധി നീതിയല്ലോ എന്നൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അവിടെ രണ്ട് കൂട്ടർക്കും പണിഷ്മെന്റ് ഉണ്ട്. ദൈവത്തെ അറിയാത്തവർക്ക് ശിക്ഷയുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ന്യായവിധിയുണ്ട്. അപ്പൊ ഈ രണ്ട് കൂട്ടർക്കും പണിഷ്മെന്റ് ഉണ്ട്, അല്ലെ ന്യായവിധിയുണ്ട്. ന്യായമായ വിധി രണ്ട് കൂട്ടരുടെ പേരുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞൊരു താല്പര്യം, ഈ നുഴഞ്ഞു വന്നവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്.
അപ്പോ ഇനി അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നു, നിങ്ങളോ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവർ എന്ന് പറഞ്ഞിട്ട് ഈ നുഴഞ്ഞു വന്നവരെ സംബോധന ചെയ്യുന്ന അവർ എന്നുള്ള ഗ്രൂപ്പിലാണ്. ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങളോ. അപ്പൊ അവരിൽ നിന്ന് വ്യത്യസ്തരായ ഒരു ഗ്രൂപ്പിനെയാണ് നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങളോ സകലതും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പൊ ഇത് നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തില് മോശ മുഖാന്തരം ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമായി പറഞ്ഞിരിക്കുന്നത്. അത് അബ്രഹാമിനോട് ദൈവം നേരത്തെ പറഞ്ഞതാ, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കും, 4-ാം തലമുറ അവിടെ നിന്ന് വിടുവിക്കപ്പെടും എന്നൊക്കെയുള്ള ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. അപ്പൊ അതിൻ പ്രകാരം, ആ ദൈവത്തിന്റെ പ്രോമിസ് പ്രകാരം, വാഗ്ദത്ത പ്രകാരം, ദൈവം പറഞ്ഞ പ്രകാരം മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, നിങ്ങൾ സകലതും ഒരിക്കൽ അറിഞ്ഞവരാണ്, എന്നാലും നിങ്ങളെ ഓർപ്പിക്കാതെ. നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ അറിവ് ഒരുപക്ഷെ നിങ്ങൾക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഒത്തിരി മറവികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മറവികൾ സംഭവിക്കാറുണ്ട്, പല കാര്യങ്ങളും. എന്നാൽ വളരെ അത്യന്താപേക്ഷിതമായ, അഥവാ വളരെ ഘനമുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം നാം മറന്നു പോയാൽ അത് ഭയങ്കര അപകടത്തിൽ നമ്മളെ എത്തിക്കും. അപ്പൊ ഇവിടെ യൂദ പറയുന്നു, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, എന്നാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് എന്താ? ഓർപ്പിക്കുന്ന കാര്യം, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും. അപ്പൊ അവിടുന്ന് രക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടുന്ന് രക്ഷിച്ചു, എന്നാൽ ആ രക്ഷയുടെ പൂർത്തിയിൽ അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. മിസ്രൈമിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചു, എന്നാൽ ആ രക്ഷയുടെ പൂർത്തിയിൽ അവരെത്തണമെങ്കിൽ അവർ കനാനിൽ പ്രവേശിക്കണമായിരുന്നു. കനാൻ അവരുടെ പ്രവേശിച്ചാൽ മാത്രം പോരാ, കനാൻ അവർക്ക് സ്വന്തം ആക്കണമായിരുന്നു അവർ തന്നെ. എന്നാൽ കനാൻ അവർക്ക് സ്വന്തമാക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് അവരെ രക്ഷിച്ചതിന്റെ പർപ്പസ്, ദൈവം അവരെ രക്ഷിച്ചതിന്റെ ഉദ്ദേശം പൂർണ്ണമായി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. രക്ഷിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് നമ്മളെ രക്ഷിച്ചു. പിശാചിന്റെ അടിമത്തിൽ നിന്നും കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. അത് വിടുവിച്ചത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടാനും പിശാചിന്റെ അടിമത്തിൽ വീണ്ടെടുക്കുക എന്നുള്ളത് മാത്രമല്ല. അത് ആ രക്ഷ അവിടെ കൊണ്ട് പൂർത്തീകരിക്കുന്നില്ല. രക്ഷിച്ചതിന്റെ ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട് ദൈവത്തിന്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപം പ്രാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്താതെ പോയാൽ, നമ്മളെ രക്ഷിച്ചു എന്നതിൽ അതിൽ തന്നെ യാതൊരു പ്രസക്തിയുമില്ല. ദൈവത്തിന് അതിൽ തന്നെ ഒരു പ്രസാദവുമില്ല. ദൈവം നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞിനെ നമ്മൾ സ്കൂളിൽ ചേർക്കുമ്പോൾ, ആ സ്കൂളിൽ ആ കുഞ്ഞ് പഠിച്ചിട്ട് ഒരു 1-ാം ക്ലാസ്സിൽ തന്നെ ഒരു 3 കൊല്ലം തോറ്റിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഓരോ വർഷം കഴിയുന്തോറും പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രൊമോഷൻ കിട്ടി അങ്ങനെ ആ കുഞ്ഞ് പഠിക്കണം, ജയിക്കണം, അത് ഉന്നതനായി തീരണം എന്നുള്ള മാതാപിതാക്കളുടെ താല്പര്യം പോലെ ദൈവത്തെ സംബന്ധിച്ചും കർത്താവ് മിസ്രൈമിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ചു. ആ രക്ഷിച്ചത്, അതിന് ദൈവത്തിന്റെ പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ്, ആ ലക്ഷ്യം എന്ന് പറയുന്നത്, പിതാക്കന്മാരോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിരുന്നു. ആ വാഗ്ദത്തം എന്ന് പറയുന്നത്, ഈ കനാൻ ശാശ്വതമായ അവകാശമായി നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുമെന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയാണ് ദൈവം മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ 4-ാം തലമുറക്കാരെ വെടിവിച്ച് ചെങ്കടലിൽ കൂടി കടത്തി മരുഭൂമിയിൽ നടത്തി കൊണ്ടുപോയത്. എന്നാൽ അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നു. അതിന്റെ ഏക കാരണം, വിശ്വസിച്ചില്ല അവർ. വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പം
ഈ എല്ലാ കാര്യത്തിൻ്റെയും അടിസ്ഥാനമായ തത്വം, അടിസ്ഥാനമായ കാര്യം വിശ്വാസമാണ്. വിശ്വാസത്തിൽ നിന്ന് ആയിരിക്കണം നമ്മുടെ ഈ വിടുതലും നമ്മുടെ ഈ ജീവിതവും എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞു, വിശ്വാസം എന്ന് പറയുന്നത് ആശ്രയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതിൻ്റെ വെളിച്ചത്തിലുള്ള ആ അറിവുകളല്ല വിശ്വാസം. നേരെ മറിച്ച് വിശ്വാസം ഒരു വ്യക്തിയാണ്, അത് ക്രിസ്തുവാണ്. അപ്പോൾ ആ യേശു ക്രിസ്തുവിൽ ഉള്ള ആശ്രയം എത്രത്തോളം ഉണ്ടോ അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിടുവിച്ച ദൈവത്തിന് എന്തിനു വേണ്ടി വിടുവിച്ചോ ആ വിടുവിച്ച ലക്ഷ്യത്തിൽ എത്തിക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം ഇവർക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം ഇവരെ നശിപ്പിച്ചു കളഞ്ഞു. ദൈവം നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റായ ധാരണ വരാനുണ്ട്. ദൈവം ഇവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം നശിപ്പിച്ചാൽ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദൈവം നശിപ്പിച്ചു, അങ്ങനല്ല. ദൈവം നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ നാശത്തിന് തങ്ങളെ തന്നെ വിധേയരാക്കി എന്നുള്ളതാണ് സത്യം. നാശത്തിന് തങ്ങളെ തന്നെ വിധേയരാക്കി കളഞ്ഞു. കാരണം ദൈവത്തിന് താല്പര്യം ആരും നശിച്ചു പോകരുത്. ദൈവത്തിന്റെ ഇഷ്ടം അതാണ്, ദൈവത്തിന്റെ ആഗ്രഹം അതാണ്, ആരും നശിച്ചു പോകരുത്. അങ്ങനെയുള്ള ദൈവം ലക്ഷക്കണക്കിന് ഇസ്രായേലിനെ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരെ തന്നെ ആ നാശത്തിന് വിധേയരാക്കി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അതിന്റെ താല്പര്യം. ഇപ്പൊ നമ്മൾ ഹൃദയത്തെ കഠിനമാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി, അല്ലെങ്കിൽ ദൈവം ഹൃദയത്തെ കഠിനമാക്കുന്നത് ദൈവം തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കഠിനമാക്കിയിട്ട് ആ കാര്യത്തിൽ ദൈവം തന്നെ അവർ ശിക്ഷിക്കത്തില്ല. ദൈവം ഹൃദയത്തെ കഠിനമാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഹൃദയം കഠിനമാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ, നടക്കാൻ അവരെ ദൈവം അനുവദിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ അർത്ഥം. അതിന് തെളിവുകളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോ എന്ന് പറഞ്ഞ പോലെ ദൈവം ഹൃദയത്തെ കഠിനമാക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവരെ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ദൈവം നശിപ്പിച്ചു എന്നതിന്റെ അർത്ഥം അവർ നാശത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ഇന്നും നൂറ്റാണ്ടുകളായിട്ട് ഇന്നും തിയോളജി പഠിക്കുന്നവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. എന്നുവെച്ചാൽ അങ്ങനെയും ഇങ്ങനെയും വാദിക്കുന്നവര് ഇന്നും വളരെ ശക്തമായിട്ടുണ്ട് ഈ വിഷയം എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത വാക്യം വായിച്ചാല് 7ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതുപോലെ എന്ന് വെച്ചാൽ ഈ മോളിൽ എഴുതിയിരിക്കുന്ന പോലെ, അതുപോലെ സോദോമും ഗോമറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അപ്പൊ ഈ മോളിൽ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെ കുറിച്ചാണ്. സ്വന്തം വാഴ്ച കാത്തുകൊള്ളാതെ അന്യജഡം മോഹിച്ചു പോയ ദൂതന്മാര് അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് എന്നേക്കുമുള്ള ശിക്ഷാവധിക്കായിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് സോദോമും ഗോമറയും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ഒരു കൂട്ടർ പറയുന്നത്, ആ വാദിക്കുന്ന ഒരു കൂട്ടർ പറയുന്നത്, ദൈവത്തിന്റെ ദൂതന്മാര് മനുഷ്യ സാദൃശ്യത്തിലായി, അത് വീണുപോയ ദൂതന്മാരാണ്. വീണുപോയ ദൂതന്മാര്, അതായത് ലൂസിഫറിനോടൊപ്പം വീണുപോയ ദൂതന്മാര് മനുഷ്യന്റെ സാദൃശ്യത്തിലായി മനുഷ്യ സ്ത്രീകളെ തങ്ങൾ ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പരാമർശം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീണുപോയ ദൂതന്മാര് മനുഷ്യന്റെ സാദൃശ്യത്തിലായി സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നു എന്ന് അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ദുർനടപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനാണ് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ അങ്ങനല്ല, അത് ഷേത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടവരും
ആദാമിന്റെ ആദ്യത്തെ കായീന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരും അവരുടെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വിവാഹം ചെയ്തതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നും പറയുന്നവരുണ്ട്. എന്തായാലും അത് നമ്മുടെ പ്രധാനമായ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വളരെ അതിപ്രധാനമായ ഒരു കാര്യം അല്ല എന്നതുകൊണ്ട് അത് എങ്ങനായിരുന്നാലും അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന കാര്യമല്ല എന്നതുകൊണ്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ അധികം തിരിക്കേണ്ട താല്പര്യമില്ല, ആവശ്യമില്ല ഞാൻ കരുതുന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വിശ്വസിക്കുന്നത് ഇത് ദൈവത്തിന്റെ ദൂതന്മാര് വീണുപോയ ദൂതന്മാരല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരല്ല ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കാനുള്ള 2-3 കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്, എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നു, ദൂതന്മാരെ പുത്രന്മാർ എന്ന് വിളിച്ചിട്ടില്ലല്ലോ. ഇവിടെ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ പുത്രന്മാർ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന ദൈവത്തിന്റെ പുത്രന്മാരല്ല. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ള ഇവർ എന്ന് കണ്ടു തങ്ങൾ ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ പുത്രന്മാരെന്ന് വിളിച്ചിട്ടില്ല എന്ന് എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, യേശു ക്രിസ്തുവിനോട് സദൂക്യര് ചോദ്യം ചോദിക്കുന്നു. ആ ചോദിച്ചതാണ്, ഒരുവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവൻ മരിച്ചുപോയി. അങ്ങനെ പിന്നെ അടുത്ത സഹോദരൻ, ഇങ്ങനെ ഇസ്രായേൽ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നതുകൊണ്ട്, അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നതുകൊണ്ട് അടുത്ത സഹോദരൻ അവളെ വിവാഹം കഴിച്ചു. അങ്ങനെ 7 സഹോദരന്മാരുണ്ട്. 7 സഹോദരന്മാരും ഇവളെ വിവാഹം കഴിച്ചു. ഇപ്പൊ പുനരുദ്ധാനത്തിൽ ഇവൾ ആർക്ക് ഭാര്യയാകും എന്നുള്ളതാണ് സദൂക്യര് യേശുവിനോട് ചോദിക്കുന്നത്. അവർ ചോദിക്കാനുള്ള കാരണം, ഇസ്രായേൽ തന്നെ പെട്ടവരാണ് സദൂക്യര്. അവര് പറയുന്നത് പുനരുദ്ധാനം ഇല്ല എന്നാണ് അവരുടെ വാദം. ദൂതനില്ല, ആത്മാവില്ല, പുനരുദ്ധാനമില്ല. അപ്പൊ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നവര് യേശുവിനോട് ചോദിക്കുന്നു, പുനരുദ്ധാനം ഇല്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി അവർ യേശുവിനോട് ചോദിക്കുന്നു, പുനരുദ്ധാനത്തിൽ ഇവൾ ആർക്ക് ഭാര്യയാകും? യേശു പറഞ്ഞ മറുപടി, പുനരുദ്ധാനത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. എല്ലാവരും ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം, ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ ഉള്ളവർ ദൂതന്മാര് ആയി തീർന്നവർ, ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ ഉള്ളവർ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാരാണ് എന്ന് അവിടെ നമുക്ക് പറയാൻ കഴിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണമെന്നോ ധരിക്കണമെന്നോ ഒരിക്കലുമല്ല. ഈ 2 ആർഗ്യുമെന്റ് ഈ കാര്യത്തെക്കുറിച്ചുണ്ട്. അത് പക്ഷെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന കാര്യം അല്ല, അതെന്തായിരുന്നാലും. പക്ഷെ ഈ സൊദോമിന്റെ, അല്ലെങ്കിൽ അവർക്ക് സമമായി സൊദോമും ഗോമറയും അവർക്ക് സമമായ ദുർനടപ്പ് ആചരിച്ചു എന്ന് പറയും. ഈ പ്രത്യക്ഷത്തിൽ സൊദോമിന്റെ ഗോമറയുടെ പാപം എന്ന് പറയുന്ന ദുർനടപ്പ് ആയിരുന്നു, അത് ഹോമോസെക്സ് ആയിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇതിന്റെ മൂല കാര്യം എന്ന് പറയുന്നത് ഇതല്ല. നമ്മൾ യേസ്കേൽ പ്രവചനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്തായിരുന്നു ഈ സൊദോമിന്റെ പാപം അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് സഹോദരിയായ സൊദോമിന്റെ പാപമോ എന്ന് പറഞ്ഞിട്ട് യേസ്കേലിൽ എഴുതിയിരിക്കുന്നു. അത് ദുർനടപ്പായിരുന്നല്ല. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് abundance of food, idleness, and they not help poor and needy. അതിഭക്ഷണവും എല്ലാവിധത്തിലുള്ള ഐഡിൽനെസ്, യാതൊരു കാര്യം ചെയ്യാതെ കണ്ടമാനം ഭക്ഷണം കഴിച്ച്, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, ഒരു ജോലിയും ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം, അവര് സാധുക്കളെയും ആവശ്യത്തിൽ ഇരിക്കുന്നവരെയും സഹായിച്ചതുമില്ല. ഇതായിരുന്നു സൊദോമിന്റെ പാപം എന്ന് യേസ്കേൽ പ്രവചനം വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഐഡിൽനെസിന്റെ, ആ ഒരു ജോലി ചെയ്യാതെ അമിതമായ ഭക്ഷണം കഴിച്ച് ഫുഡ് കഴിച്ചിങ്ങനെ ഇരുന്നതിന്റെ അനന്തരഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണ് ഈ ദുർനടപ്പുന്നത്. ഈ അന്ത്യകാലത്തെ കുറിച്ച് ഇതേ കാര്യം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാരെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ
മൂന്ന് കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ എന്ന പോലെ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ നാൾ കണി എന്ന പോലെ നിങ്ങളെ പിടിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പൊ അവിടെ രണ്ട് കാറ്റഗറി, രണ്ട് തിരിവ് അവിടെ ഉണ്ട്. ഒന്ന് അതിഭക്ഷണവും മദ്യപാനവും, രണ്ടാമത്തേത് ഉപജീവന ചിന്ത. അതിഭക്ഷണവും മദ്യപാനവും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഏത് ഭക്ഷണം വേണമെങ്കിലും ഇഷ്ടം പോലെ കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് ഭക്ഷണം. പിന്നെ മദ്യപാനം, അതിൻ്റെ കൂടെ മദ്യപാനമുണ്ട്. എന്നാൽ രണ്ടാമതൊരു ഗ്രൂപ്പ്, ഒരു കൂട്ടര് ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടുന്നവരാണ്. ഉപജീവന ചിന്ത എന്ന് പറഞ്ഞാൽ നാളെ എങ്ങനെ കഞ്ഞി വെക്കും, നാളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഫുഡ് കൊടുത്ത് ചോറ് കൊടുത്ത് കൊണ്ടുപോകാൻ, ചോറ് കൊണ്ടുപോകാൻ വെക്കാൻ അരിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടര് അതിഭക്ഷണത്താലും മദ്യപാനത്താലും പ്ലസ് ഉപജീവന ചിന്തകളാലും. അപ്പൊ ഈ രണ്ട് ഡിവിഷൻ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കൂട്ടവും കാര്യങ്ങളും ഇത് അവസാന കാലത്ത് ഒരു കണിയായിട്ട് മനുഷ്യന്റെ മേൽ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവമക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ നാൾ കണി എന്ന പോലെ നിങ്ങളെ പിടിപ്പാക്കാൻ നോക്കണം. അപ്പൊ ഇത് സോദോമിന്റെ പാപം എന്ന് പറയുന്നത് ഈ ദുർനടപ്പ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ റൂട്ട് കോസ് കിടക്കുന്നത് ഈ ഏകേൽ പ്രപഞ്ചത്തിലാണ്. അതിന്റെ കാരണങ്ങൾ നിന്റെ സഹോദരിയായ സോദോമിന്റെ പാപമോ എന്ന് പറഞ്ഞിട്ട് അവിടെ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ ദുർനടപ്പിനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടുമില്ല. ഈ ദുർനടപ്പ് ഉണ്ടായതിന്റെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദുർനടപ്പ് ഉണ്ടായെന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ അതിന്റെ ഇങ്ങനൊരു സംഭവം, സോദോമിന്റെ പാപം ഇതായിരുന്നു എന്ന് ഏസ്കേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളിപ്പോ വായിച്ച് നിർത്തിയത്, ചിന്തിച്ച് നിർത്തിയത്, ദൈവം മിസ്രൈമിൽ കുടുങ്ങിപ്പോയ ഇസ്രായേൽ ജനത്തെ അവിടെ രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേൽ നശിപ്പിച്ചു. അപ്പോ നമ്മുടെ ജീവിതത്തിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ യൂദയിൽ കൂടെ ദൈവം നമുക്ക് തരുന്നു, നമ്മളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾക്കൊരു മുന്നറിയിപ്പായിട്ട് നമുക്ക് എടുക്കാം. ദൈവം നമ്മളെല്ലാം സഹായിക്കും.